പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരനാണ്. കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടത്തുന്ന കർഷക ദിനാചരണ പരിപാടികളുടെ പിന്നിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ, അതോ അത് ചില വസ്തുതകളെ മറച്ചു വയ്ക്കുന്നതിനുള്ളൊരു തന്ത്രമാണോ എന്നുള്ളതിനെക്കുറിച്ചൊരു രണ്ട് വാക്കും. ചിങ്ങം 1 കർഷക ദിനമായിട്ട് നമ്മൾ വളരെ വർഷക്കാലമായിട്ട് ആഘോഷിക്കുകയാണ്, ആചരിക്കുകയാണ്, ഒക്കെ ശരിയാണ്. കേരളം ഒരു കാർഷിക സംസ്ഥാനമായിരുന്നു. അക്കാലത്ത് കർഷകർക്കൊക്കെ വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി പ്രഭാതം മുതൽ പ്രദോഷം വരെ എല്ലുമുറിയെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വിളവുണ്ടാക്കുന്നവരാണ് കർഷകരെന്ന് പറയുന്നവർ. അവരിന്ന് കണ്ണീര് കുടിക്കുകയാണ്. അവർക്കിന്ന് വേദനയുടെ, ദുരിതത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ കഥകൾ മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയുള്ളൊരവസരത്തിലാണ് ഇന്ന് ഇവിടെ ചിങ്ങം 1-ാം തീയതി കർഷക ദിനമായിട്ട് ആചരിച്ചത്. ഇവിടുത്തെ കർഷക സംഘടനകളൊക്കെ ഇന്ന് കരിദിനമായിട്ടാണ് ആചരിച്ചത്. അവർ ഇന്ന് പ്രതിഷേധങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഇന്ന് ഈ കർഷക ദിനാചരണ പരിപാടികളൊക്കെ പലയിടത്തും സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നു. എന്തായിരുന്നാലും ഇന്ന് മുഖ്യമന്ത്രി ഓൺലൈനായിട്ടൊക്കെ അതിൽ പ്രസംഗിച്ചിട്ടുണ്ട്. കാർഷിക സംസ്ഥാനത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷക ക്ഷേമ പദ്ധതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ വാസ്തവത്തിൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത്? എന്താണ്? കുട്ടനാട്ടിൽ 30% സ്ഥലങ്ങളിലേ ഇപ്പോൾ കൃഷിയുള്ളൂ. അതുപോലെ തന്നെ അവിടെ നിന്ന് ജനങ്ങൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 4500 കുടുംബങ്ങൾ കുട്ടനാട് വിട്ടുകഴിഞ്ഞു. പലയിടത്തും ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല. കർഷകരിൽ നിന്ന് നെല്ല് എടുത്ത് അളന്ന് തിട്ടപ്പെടുത്തി സപ്ലൈക്കാർ കൊണ്ടുപോകും. കാശ് കൊടുക്കുകയില്ല, പൈസ കൊടുക്കുകയില്ല. കടമെടുത്താണ് ഈ കർഷകർ കെട്ടുതാലി പണയപ്പെടുത്തി കിട്ടുന്ന കാശ് കൊണ്ടൊക്കെ കടമൊക്കെ വാങ്ങിച്ചാണ് കൃഷി ഇറക്കുന്നത്. ആ കൃഷി ഇറക്കി അവർ കൊയ്തെടുത്ത് നെല്ല് വന്ന് അളന്ന് തിട്ടപ്പെടുത്തി കൊണ്ടുപോയി കഴിഞ്ഞാൽ സപ്ലൈക്കോക്കാർ കാശ് പണം കൊടുക്കില്ല. ഒരു രസീത് കൊടുക്കുക. ആ രസീത് കൊണ്ട് ബാങ്കിൽ കൊണ്ട് കാണിച്ചോളാൻ പറയും. ബാങ്കുകാർ കടമായിട്ട് പൈസ കൊടുക്കുക. അതും എത്ര നാൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ കടമെടുത്താണ് അവർ കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്ത് നെല്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കിട്ടണമെങ്കിൽ ബാങ്കിൽ ചെന്ന് അതും കടമായിട്ട് കിട്ടും. ഒരു ദുര്യോഗമാണ് കർഷകർ ഉണ്ടാകുന്നത്. കർഷകർ വാസ്തവത്തിൽ കഷ്ടപ്പെടുകയാണ്. കേരളത്തിൽ 500 കോടിയോളം രൂപ കർഷകർക്ക് കൊടുക്കാനുണ്ട്. എടുത്ത നെല്ലിനാണ് ചോദിക്കുന്നത്. അവർ കഷ്ടപ്പെട്ട് വിളയിച്ച നെല്ലിൻ്റെ വിലയാണ് അവർ ചോദിക്കുന്നത്. അല്ലാതെ ഔദാര്യമൊന്നുമല്ല. അവർക്ക് ചോദിക്കുന്നത് ഗ്രാൻഡല്ല, അവർ ചോദിക്കുന്നത് സംഭാവനയല്ല, അവർ വേറൊന്നുമല്ല ചോദിക്കുന്നത്. ഞങ്ങൾ കൊടുത്ത നെല്ലിൻ്റെ വിലയാണ് ചോദിക്കുന്നത്. കഷ്ടപ്പെട്ട് 3-4 മാസക്കാലം കഷ്ടപ്പെട്ട് മണ്ണിൽ പണിയെടുത്ത് ഉൽപ്പാദിപ്പിച്ച നെല്ലിൻ്റെ വിലയാണ് ചോദിക്കുന്നത്. അത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം തരാനുണ്ടെന്ന് പറയും. ഞങ്ങൾ കേന്ദ്ര സർക്കാരിൽ ബന്ധപ്പെട്ടു. ഞാൻ തന്നെ ഡൽഹിയിൽ പോയി കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയോടും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയോടും ചോദിച്ചു. ഈ കേരള ധനകാര്യ വകുപ്പ് മന്ത്രിയും എല്ലാവരും എപ്പോഴും 1100 കോടി രൂപ കേന്ദ്രം കൊടുക്കാനുണ്ടെന്ന് പറയുന്നല്ലോ. അവർ പറയുന്നു 1 പൈസ പോലും കൊടുക്കാനില്ല എന്ന്. കൊടുത്തതിൻ്റെ കണക്കാദ്യം തരട്ടെ. 10,000 കോടി രൂപ കഴിഞ്ഞ 10 വർഷത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിൻ്റെ കണക്ക് തരുന്നില്ലല്ലോ. പിന്നെ ഇവിടുത്തെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടുണ്ട്, ഒരു MOU ഒപ്പിട്ടുണ്ട്, ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. നെല്ല് കർഷകരുടെ അടുക്കൽ നിന്നും അളന്ന് തിട്ടപ്പെടുത്തി എടുത്താൽ 48 മണിക്കൂറിനകം അതിൻ്റെ വില കർഷകന് കൊടുക്കണമെന്നാണ് എഗ്രിമെൻറ്റ്. അതേക്കുറിച്ചൊന്നും ഈ കർഷക ദിനത്തിൽ മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ലേ? കൃഷി വകുപ്പ് മന്ത്രിക്കൊന്നും പറയാനില്ലേ? കർഷകരുടെ ഈ നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ലേ? ഇന്ന് കർഷകൻ നെല്ലളന്ന് എടുക്കുമ്പോൾ, പാടത്തു നിന്ന് വന്ന് സപ്ലൈക്കാർ എടുക്കുമ്പോൾ അവൻ 12 രൂപ അല്ലെങ്കിൽ 15 രൂപ ചാക്ക് അവനുണ്ടാക്കണം. ചുമന്ന് അവരുടെ മില്ലുടമകളുടെ വാഹനത്തിൽ കൊണ്ട് കയറ്റണമെങ്കിൽ കയറ്റുകൂലി കൊടുക്കണം. കർഷകർക്ക് ഇതെല്ലാം കൊടുക്കുകയാണ്. ഇതൊന്നും വാസ്തവത്തിൽ വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരാണിത് ചാക്കുമായിട്ട് വരേണ്ടത്. സാധാരണ അങ്ങനെയാണ്. ഒരാളൊരു സാധനം ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള, ഇപ്പോൾ നമ്മൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കണ സജ്ജയായിട്ട് പോകണ്ടേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമായിട്ട് പോകണ്ടേ. എന്നിട്ടോ ഇതിൻ്റെ പൈസ കേന്ദ്രം കൊടുക്കുന്നുണ്ട്. ചാക്കിൻ്റെ വില കേന്ദ്രം കൊടുക്കുന്നുണ്ട്, കയറ്റുകൂലി കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേരള സർക്കാർ കണക്കെഴുതി വാങ്ങിക്കുകയാണ്. എന്നിട്ട് ഇതൊന്നും കർഷകനും കൊടുക്കുകയില്ല. എന്തൊരു ദുര്യോഗമാണ് ഇവിടുത്തെ. ഇതുകൊണ്ട്
മെച്ചപ്പെടുന്ന ആരാണ്? മില്ലുടമകളാണ്. കാരണം ഇതെല്ലാം മില്ലിലേക്കാണ് കൊടുക്കുന്നത്. മില്ലിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു 100 കിലോയ്ക്ക് 68% അരി എന്നുള്ളതാണ് കണക്ക്. അവർ അരിയാക്കി കൊടുക്കുകയാണ്. അരിയാക്കി അവർ റേഷൻ കടയിൽ കൊടുക്കണമെന്നാണ് നിബന്ധന. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കർഷകരിൽ നിന്ന് നെല്ലെടുത്താൽ നെല്ലിൻ്റെ വില കൊടുക്കും. താങ്ങുവിലയുണ്ട്. 28 രൂപ 20 പൈസയാണ് താങ്ങുവില. അതിൽ 23 രൂപ കൊടുക്കുന്നത് കേന്ദ്രമാണ്. ബാക്കി 5 രൂപ 20 പൈസയാണ് കേരള ഗവൺമെൻറ് കൊടുക്കുന്നത്. കേന്ദ്രം പല പ്രാവശ്യം ചാർജ് കൂട്ടിയതാണ്. അതായത് കേന്ദ്രത്തിൻ്റെ 18 രൂപയുണ്ടായിരുന്നപ്പോഴും കേരള ഗവൺമെൻറ് അന്ന് 10 രൂപ കൊടുത്തിരുന്നു. കേന്ദ്രം ഇങ്ങനെ ഓരോ വർഷവും ഇതിൻ്റെ വില കൂട്ടിക്കൊണ്ടിരിക്കുക, താങ്ങുവില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. താങ്ങുവില കൂട്ടി ഇപ്പോൾ 23 വരെ എത്തി. അപ്പോൾ കേരള ഗവൺമെൻറ് എന്ത് ചെയ്തു? അവരുടെ ബോണസ് എന്ന് പറയുന്ന തുക കുറച്ച് കൊണ്ടുവരികയാണ്. അവർ 28 രൂപ 20 പൈസയിൽ നിന്നും കയറാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഈ കർഷക ദിനത്തിൽ ഇനിയെങ്കിലും ഈ കർഷകരോട് കാരുണ്യം കാട്ടണം. കർഷകരെല്ലാവരും ഇത് ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഇനി അവർ 20-ാം തീയതി പാലക്കാട് വലിയൊരു സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്താൻ പോവുകയാണ്. ആ കൺവെൻഷനോടുകൂടി അവർ സമരരംഗത്തേക്ക് വരാൻ പോവുകയാണ്. ഇങ്ങനെ കർഷകരോട് ദ്രോഹം കാട്ടുന്ന കേരള സർക്കാർ ഇവിടെ കർഷക ദിനം ആചരിക്കാൻ ഇത്രയധികം പണം ചെലവഴിച്ച് വലിയ കൊട്ടിഘോഷത്തോടു കൂടി ഇന്ന് പത്രങ്ങളിലൊക്കെ വലിയ പരസ്യമാണ്. അങ്ങനെ പരസ്യമൊക്കെ കൊടുത്ത് ചെയ്യുന്നതൊരു വഞ്ചനയാണ്, ഒരു തട്ടിപ്പാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കലാണ്. അത് കർഷകരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ചതിയാണ്.